എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. പാലക്കാട് നഗരസഭ പ്രദേശത്ത് മാലിന്യം തള്ളിയ സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി നിലമ്പൂർ നഗരസഭ. നിലമ്പൂർ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് നഗരസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല. 4 വർഷമായി ഇത്തരത്തിൽ ഒരു പരാതിക്കും ഇട നൽകാത്ത രീതിയിലാണ് നഗരസഭയിൽ മാലിന്യ സംസ്കരണം നടക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന റിജക്റ്റഡ് വേസ്റ്റ് നൽകുന്നതിന് ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത കമ്പനികളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുകയും ഇത്തരത്തിൽ കുറവ് കോട്ട് ചെയ്ത ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത് ഭാരതിയാർ ഏജൻസീസ് എന്ന കമ്പനിക്കാണ് ഹരിതകർമ്മസേന റിജക്റ്റഡ് വേസ്റ്റ് നൽകുന്നത്. 1 കിലോ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് 5 രൂപ 50 പൈസയാണ് ഏജൻസിക്ക് നൽകുന്നത്. ഇത്തരത്തിൽ വേസ്റ്റ് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കമ്പനിക്കാണ് എന്നതിനുള്ള കരാർ ഉടമ്പടി നിലവിലുണ്ട്. ഈ കരാർ ലംഘനം നടത്തിയാൽ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കും. ഏജൻസിയുടെ നിലവിലുള്ള കാലാവധി 2025 ജനുവരി 19 വരെയാണ്. കാലാവധി കഴിഞ്ഞാൽ പുതിയ താൽപര്യപത്രം ക്ഷണിക്കും. വഴിയോരത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കക്കാടൻ റഹീം പറഞ്ഞു. രാത്രി മുതൽ ചില ദൃശ്യമാധ്യമങ്ങളിലും ഇന്ന് രാവിലെ മുതൽ മലയാളത്തിലെ ചില പത്രങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പാലക്കാട് നഗരസഭാ പ്രദേശത്ത് വഴിയോരങ്ങളിൽ തള്ളിയ മാലിന്യങ്ങൾ നിലമ്പൂർ നഗരസഭയിലെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങളാണ് എന്ന രൂപത്തിലുള്ള ഒരു വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്ന റിജക്റ്റഡ് വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത കമ്പനികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ സംഖ്യ കോട്ട് ചെയ്യുന്ന ഏജൻസികൾക്ക് റിജക്റ്റഡ് വേസ്റ്റുകൾ കൊടുക്കുകയുമാണ് നഗരസഭ ചെയ്യാറുള്ളത്. ഇങ്ങനെ കഴിഞ്ഞ 4 വർഷമായി നഗരസഭയിലെ റിജക്റ്റഡ് വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് ഇത്തരം കമ്പനികൾക്കാണ്. ഇതുവരെ ഒരു പരാതികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ ഭാരതിയാർ എന്ന് പറയുന്ന ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത കമ്പനിക്കാണ് 1 കിലോ റിജക്റ്റഡ് വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് 5 രൂപ 50 പൈസയാണ് നഗരസഭ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ റിജക്റ്റഡ് വേസ്റ്റ് ഈ ഏജൻസിക്ക് നൽകിക്കഴിഞ്ഞാൽ നഗരസഭയുടെ ഉത്തരവാദിത്വം ഇതിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ ഈ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും കരാറും നിലവിലുണ്ട്. ആ കരാർ പ്രകാരം ഈ ഏജൻസിയാണ് റിജക്റ്റഡ് വേസ്റ്റുകൾ കൊണ്ടുപോയി നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളത്. അത് സാധാരണഗതിയിൽ സിമൻറ്റ് ഫാക്ടറികൾക്കാണ് ഇവർ കൊണ്ടുപോകാറുള്ളത്. ഇത്തരത്തിൽ പാലക്കാട് പ്രദേശത്ത് നഗരസഭയിലെ റിജക്റ്റഡ് വേസ്റ്റ് നീക്കം ചെയ്യുന്ന ഏജൻസി അത് വഴിയോരത്ത് തള്ളി എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു പോകണമെന്നാണ് നഗരസഭയ്ക്ക് പറയാനുള്ളത്. നിലമ്പൂർ നഗരസഭയിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം പാലക്കാട് നഗരസഭയിലെ തിരുനെല്ലായി, തങ്കം ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് വ്യാപകമായി തള്ളിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂർ നഗരസഭയുടേതാണ് മാലിന്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞത്. എ+ വിഷൻ, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers.